നിങ്ങളൊരു ഹിയറിംഗ് എയ്ഡ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ 6 വർഷത്തേക്ക് അല്ലെങ്കിൽ 5 വർഷത്തേക്ക് നിങ്ങൾ കേൾക്കും എന്നുള്ളൊരു ഗ്യാരണ്ടിയാണ് എടുക്കുന്നത്. മനസ്സിലായോ? അതായത് എൻ്റെ കയ്യിൽ നിന്ന് നിങ്ങൾ കേൾക്കും എന്നുള്ളൊരു ഗ്യാരണ്ടിയാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടായാലും പുറകിൽ ഞങ്ങൾ സപ്പോർട്ട് ഉണ്ടെന്നുള്ള കാര്യം. ചില എൻ്റെ പേഷ്യൻസ് ഉണ്ട്, അവർ ദുബായിലായിരിക്കും വർക്ക് ചെയ്യുന്നത്. അപ്പം അവർക്ക് നാളെ ഒരു മീറ്റിംഗ് ഉണ്ടെങ്കിൽ തലേ ദിവസം വൈകുന്നേരം ഞങ്ങളെ അവിടുന്ന് വിളിക്കും. എനിക്കിങ്ങനെ ഒരു പ്രോസസ്സ് ഉണ്ട്, എൻ്റെ ചെവി മെഷീൻ ഒന്നും കൂടെ ചെക്ക് ചെയ്യണം. അന്ന് വൈകിട്ടായിരിക്കും ചിലപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ടെലികോൾ ചെയ്യുന്നത്. അതായത് എനിക്ക് ഓഫീസിൽ ഇരുന്നുകൊണ്ട് തന്നെ അവിടെ ഇരിക്കുന്ന മെഷീനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഇവിടുന്ന് എനിക്ക് അവിടെ അവർ പറയുന്ന അനുസരിച്ച് ചേഞ്ചസ് വരുത്താൻ അവരിവിടം വരെ വരണമെന്നില്ല. പക്ഷേ എന്നാലും നമുക്ക് അതിനുള്ള അവർ പറയുന്ന കറക്ഷൻസ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഇറ്റ് ഈസ് ബേസിക്കലി ഒരു മെൻ്റൽ സപ്പോർട്ടും കൂടിയാണ്. ഞങ്ങൾ ഉണ്ട് നിങ്ങളുടെ കൂടെ. പിന്നെ നിങ്ങൾക്കൊരു മെഷീൻ സർവീസ് കൊടുക്കണേ വേറൊരു സ്റ്റാൻഡ് ബൈ മെഷീൻ വെച്ചിട്ടായിരിക്കും നമ്മളിത് സർവീസ് കൊടുക്കുക. അപ്പം അതിന് ബാക്കപ്പ് നമുക്ക് സാധനം വേണം. എന്നാലേ നിങ്ങൾ ഇറങ്ങുന്ന സമയത്ത് വേറെ ഇതേ സെയിം ടെക്നോളജി നിങ്ങളുടെ ചെവി വെച്ചിട്ട് വേണം. അല്ലാതെ ഞാനിത് സർവീസിന് വിടുമ്പോൾ നിങ്ങൾ 2-3 ദിവസം ഇതില്ലാണ്ട് നടന്നോ എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഇതിനൊക്കെ ഉള്ള ബാക്കപ്പും സപ്പോർട്ടും ടീമും എല്ലാം ഇതിൻ്റെ പുറകിൽ വേണം. സോ ഇതെല്ലാം കൂടെ ചേർന്നാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്.